FSO എക്സാമിൻ്റെ പാർട്ട് 5 ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇതിന് മുമ്പിട്ട് 4 വീഡിയോസും നിങ്ങൾ കണ്ടു കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. കണ്ടിട്ടുണ്ടെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക. അപ്പം ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് തുടങ്ങാം കേട്ടോ. ഡ്യൂട്ടീസ് ആൻഡ് ഫങ്ഷൻസ് ഓഫ് ഫുഡ് അതോറിറ്റിയാണ് ഇന്ന് ഞാൻ പഠിപ്പിക്കാൻ പോകുന്നത്. അപ്പോൾ ഫുഡ് അതോറിറ്റിക്കുള്ള എന്തൊക്കെയാണ് ചുമതലകൾ, അവരെന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളതിനെ പറ്റിയിട്ട് റൂൾസ് ഉണ്ട്, അതൊക്കെ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഫസ്റ്റ് വൺ, ഡ്യൂട്ടീസ്. റെഗുലേറ്റ് ആൻഡ് മോണിറ്റർ ദ മാനുഫാക്ചർ, പ്രോസസ്സിംഗ്, ഡിസ്ട്രിബ്യൂഷൻ, സെയിൽ ആൻഡ് ഇമ്പോർട്ട് ഓഫ് ഫുഡ്. അപ്പോൾ 2 ഡ്യൂട്ടീസാണ് മെയിനായിട്ടുള്ളത്. അതിലൊന്ന് എന്താണെന്ന് വെച്ചാൽ റെഗുലേറ്റ് ആൻഡ് മോണിറ്റർ ദ മാനുഫാക്ചർ. അത് മാനുഫാക്ചർ, അതായത് ഒരു ഫുഡിൻ്റെ സ്റ്റാർട്ടിങ് തൊട്ടേ ഇവർ മോണിറ്റർ ചെയ്യാൻ നിരീക്ഷിക്കും വേണം, അതുപോലെ അതിനെ റെഗുലേറ്റ് ചെയ്യും വേണം. അപ്പോൾ റെഗുലേറ്റ് ആൻഡ് മോണിറ്റർ ദ മാനുഫാക്ചർ, പ്രോസസ്സിംഗ്, ഡിസ്ട്രിബ്യൂഷൻ, സെയിൽ ആൻഡ് ഇമ്പോർട്ട്. അപ്പോൾ ഫുഡിൻ്റെ എല്ലാ ഘടകങ്ങളും, അതായത് അതിൻ്റെ പ്രൊഡക്ഷൻ വേണം, അതുപോലെ തന്നെ ഡിസ്ട്രിബ്യൂഷൻ, അതുപോലെ തന്നെ പ്രൊഡക്ഷൻ കഴിഞ്ഞുകൊണ്ട് പ്രോസസ്സിംഗ് ആണ്, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡിസ്ട്രിബ്യൂഷൻ, പിന്നെ സെയിൽ, അത് കഴിഞ്ഞാലോ ഇമ്പോർട്ട് ചെയ്യുക, മറ്റുള്ള സ്ഥലങ്ങളിൽ നിന്ന് ഇന്ത്യയിലേക്കുള്ള ഫുഡ് ഇമ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതെന്ത് ചെയ്യണം? റെഗുലേറ്റ് ആൻഡ് മോണിറ്റർ. ഇത് മുഴുവൻ ആരുടെ ഡ്യൂട്ടിയാണ്? ഫുഡ് അതോറിറ്റിയുടെ ഡ്യൂട്ടിയാണ്. റെഗുലേറ്റ് ആൻഡ് മോണിറ്റർ the manufacture, processing, distribution, sale and import. Next one is ensure safe and wholesome food. നല്ല സേഫായ ഫുഡായിട്ട് ആണ് എന്നുള്ളത് ഉറപ്പ് വരുത്തുക. നമ്മൾ ഭക്ഷിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ കൺസ്യൂം ചെയ്യുന്ന ഫുഡ് സുരക്ഷിതമാണ് എന്നുള്ളത് ഉറപ്പ് വരുത്തൽ ഫുഡ് അതോറിറ്റിയുടെ ഡ്യൂട്ടിയാണ്. 2 ഡ്യൂട്ടീസാണുള്ളത്. ഒന്ന് ഫസ്റ്റ് സ്റ്റാർട്ടിങ് തൊട്ട്, അതായത് പ്രൊഡക്ഷൻ, ഡിസ്ട്രിബ്യൂഷൻ, സെയിൽ ആൻഡ് ഇമ്പോർട്ട്. അടുത്തത് എൻഷുർ സേഫ് ആൻഡ് ഹോൾസം ഫുഡ്. നെക്സ്റ്റ് വൺ ഈസ് ദ ഫങ്ഷൻ സ്പെസിഫൈഡ് ബൈ റെഗുലേഷൻസ് ആർ. ഇനി റൂൾ, അതായത് റെഗുലേഷൻ പ്രകാരം ഇതെല്ലാം ചെയ്തിരിക്കണം എന്നുള്ള റൂൾസ് ഉണ്ട്. അപ്പോൾ ഏതൊക്കെയാണ് ഫങ്ഷൻസ് നോക്കാം നമുക്ക്. ഫസ്റ്റ് വൺ ഈസ് എൻഫോഴ്സിംഗ് വേരിയസ് സ്റ്റാൻഡേർഡ്സ് നോട്ടിഫൈഡ് അണ്ടർ ദ ആക്ട് ബൈ സ്പെസിഫൈങ് ആൻ അപ്രോപ്രിയേറ്റ് സിസ്റ്റം. ഒരു ശരിയായ സിസ്റ്റം കൊണ്ടുവന്ന് ശരിയായ സമ്പ്രദായത്തിലൂടെ എല്ലാ സ്റ്റാൻഡേർഡ്സും, അത് എന്തൊക്കെ സ്റ്റാൻഡേർഡാണോ ആക്റ്റിൽ പറഞ്ഞിട്ടുള്ളത്, അപ്പോൾ ഫുഡിന് ഇന്ന ക്വാളിറ്റി വേണം, ഇന്ന സ്റ്റാൻഡേർഡ് വേണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവും, അതെല്ലാം ആക്ട് പ്രകാരം പറഞ്ഞിട്ടുള്ള എല്ലാ സ്റ്റാൻഡേർഡ്സും കീപ്പ് ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ അവർ നടപ്പിലാക്കുന്നുണ്ടോ എന്നുള്ളത് ഉറപ്പ് വരുത്തുക. ദ ലിമിറ്റ്സ് ഫോർ യൂസ് ഓഫ്, എന്തെല്ലാം കുറച്ച് യൂസ് ചെയ്യണം അത് നോക്കണം. കൺട്രോൾ, ഈ താഴെ പറയുന്ന കാര്യങ്ങളൊക്കെ സാധാരണ അളവിൽ, അതായത് കൂടുതലാവാതെയും അതൊക്കെ ലിമിറ്റായിട്ടാണോ യൂസ് ചെയ്യുന്നത് നോക്കണം. ഏതൊക്കെയാണ്? ഫുഡ് അഡിക്റ്റീവ്സ്, ഫുഡിൽ ആഡ് ചെയ്യുന്ന വസ്തുക്കൾ. ക്രോപ്പ് കണ്ടാമിനൻസ്, അതായത് ക്രോപ്പിലുള്ള വിഷാംശങ്ങൾ. പിന്നെ പെസ്റ്റിസൈഡ്സ് റെസിഡ്യൂസ്, അതായത് എന്തൊക്കെയാണ്? കീടനാശിനിയുടെ അവശിഷ്ടങ്ങൾ. റെസിഡ്യൂസ് ഓഫ് വെറ്റിനറി ഡ്രഗ്സ്, ഹെവി മെറ്റൽസ്, പ്രോസസ്സിംഗ് എയ്ഡ്സ്, അതായത് ഡ്യൂറിങ് പ്രോസസ്സിംഗ് ടൈംസിലൊക്കെ എന്തെങ്കിലുമൊക്കെ ഇവർ ചേർക്കും, അപ്പോൾ അത് ലിമിറ്റായിരിക്കണം. അതുപോലെ എന്തെങ്കിലും ഹെവി മെറ്റൽസിൻ്റെ പാർട്ടിക്കിൾസ് ഉണ്ടോ നോക്കണം. അതുപോലെ വെറ്റിനറി ഡ്രഗ്സ്, മൃഗങ്ങൾക്കുള്ള മരുന്നിൻ്റെ എന്തെങ്കിലും പാർട്സ് ഉണ്ടോ നോക്കുക, അവശിഷ്ടങ്ങളുണ്ടോ എന്നുള്ളത്, അതൊക്കെ ലിമിറ്റ്. ദ ലിമിറ്റ് ഫോർ യൂസ് ഓഫ് ഫുഡ് അഡിറ്റീവ്സ്, ക്രോപ്പ് കണ്ടാമിനൻസ്, പെസ്റ്റിസൈഡ് റെസിഡ്യൂസ് ഓഫ് വെറ്റിനറി ഡ്രഗ്സ്, ഹെവി മെറ്റൽസ്, പ്രോസസ്സിംഗ് എയ്ഡ്സ്. അതുപോലെ മൈക്കോടോക്സിൻസ്, വിഷാംശങ്ങൾ. ആൻറ്റിബയോട്ടിക്സ് ആൻഡ് ഫാർമക്കോളജിക്കൽ സബ്സ്റ്റൻസസ്, ഇറാഡിയേഷൻ ഓഫ് ഫുഡ്. ഇത്രയും കാര്യം. ഇറാഡിയേഷൻ ഓഫ് ഫുഡ് എന്ന് പറഞ്ഞാൽ ഫുഡിലുള്ള താപരശ്മികൾ. അപ്പം ആൻറ്റിബയോട്ടിക്സ് ആൻഡ് ഫാർമക്കോളജിക്കൽ സബ്സ്റ്റൻസസ് ഉണ്ടോ നോക്കണം, അതായത് മെഡിസിനൽ സംബന്ധമായിട്ടുള്ള സബ്സ്റ്റൻസ്. അപ്പോൾ ഇതിൻ്റെ എല്ലാം യൂസ് ലിമിറ്റ് ആക്കണം, നിയന്ത്രിക്കണം. മനസ്സിലായോ? അപ്പോൾ എന്തിൻ്റെ എല്ലാം കാര്യങ്ങളാണ് നിയന്ത്രിക്കേണ്ടതെന്ന് മനസ്സിലായില്ലേ? അപ്പോൾ മുമ്പത്തെ സ്ലൈഡ് ഞാൻ ഒന്നും കൂടി ഇട്ട് കാണിക്കാം. ഫുഡ് അഡിറ്റീവ്സ്, crop contaminants, pesticide residues of veterinary drugs, heavy metals, processing aids, mycotoxins, antibiotics and pharmacological substance and irradiation of food. ഇനി അടുത്ത എന്താ? ദ മെക്കാനിസംസ് ആൻഡ് ഗൈഡ് ലൈൻസ് ഫോർ അക്രഡിറ്റേഷൻ ഓഫ് സർട്ടിഫിക്കേഷൻ ബോഡീസ്. അക്രഡിറ്റേഷൻ എന്ന് പറഞ്ഞാൽ അധികാരം കിട്ടാൻ നമുക്കൊരു സർട്ടിഫിക്കറ്റ് കിട്ടണം, അതായത് ഇവർക്ക് ഇന്ന അധികാരങ്ങളുണ്ട്, അക്രഡിറ്റേഷൻ കിട്ടുക എന്ന് പറയും അത്. അപ്പോൾ ഈ സർട്ടിഫിക്കറ്റ്, അത് സർട്ടിഫിക്കേഷൻ ബോഡീസിന്, അക്രഡിറ്റേഷൻ കൊടുക്കുന്ന ബോർഡിന്, ആ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്ന ബോർഡിനുള്ള ഗൈഡ് ലൈൻസ് കൊടുക്കുക. The procedure and enforcement of quality control on food items imported to India. ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന ഫുഡുകളിൽ
ക്വാളിറ്റി ഉള്ളതാണെന്ന് ഉറപ്പ് വരുത്തണം. നല്ല ഫുഡാണ് അല്ലെങ്കിൽ നല്ല ക്വാളിറ്റി നമ്മുടെ പറഞ്ഞിട്ടുള്ള സ്റ്റാൻഡേർഡ് അനുസരിച്ചിട്ടുള്ള ഫുഡാണ് ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യണമെന്നുള്ളത് ഉറപ്പ് വരുത്തുക. പിന്നെയോ ദ പ്രൊസീജിയർ ആൻഡ് അക്രഡിറ്റേഷൻ ഓഫ് ലാബ്സ് ആൻഡ് നോട്ടിഫിക്കേഷൻ ഓഫ് സച്ച് ലാബ്സ്. ഈ സാമ്പിൾസൊക്കെ അനലൈസ് ചെയ്യുന്ന ലാബ്സ് ഉണ്ട്, ഫുഡിൻ്റെ ലാബ്സ്. അതിൻ്റെ അക്രഡിറ്റേഷൻ കിട്ടിയിട്ടുള്ള ലാബിലാണോ, അതായത് അധികാരം അത് നിയമാനുസരണമായിട്ട് പ്രവർത്തിക്കുന്ന ലാബുകളാണോ, അങ്ങനെയാണെങ്കിൽ അവർക്കുള്ള നോട്ടിഫിക്കേഷൻസ് ആ ലാബുകളെ പറ്റിയിട്ടുള്ള അറിയിപ്പ് കൊടുക്കുക. മെത്തേഡ് ഓഫ് സാമ്പിളിംഗ്, അനലൈസ് ആൻഡ് എക്സ്ചേഞ്ച് ഓഫ് ഇൻഫർമേഷൻ എമംഗ് എൻഫോഴ്സ്മെൻറ്റ് അതോറിറ്റീസ്. അതുപോലെ സാമ്പിളിനെ പറ്റി എന്തൊക്കെ ടൈപ്പ് സാമ്പിൾസാണ് കളക്ട് ചെയ്തത്, അതെങ്ങനെയാണ് അവർ അനലൈസ് ചെയ്തത്, അങ്ങനെയുള്ള ഇൻഫോർമേഷൻസൊക്കെ ആർക്ക് കൊടുക്കണം, എൻഫോഴ്സ്മെൻറ്റ് അതോറിറ്റിക്ക് പാസ് ചെയ്യണം. കണ്ടക്ട് സർവേ ഓഫ് എൻഫോഴ്സ്മെൻറ്റ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ ഓഫ് ദിസ് ആക്ട് ഇൻ ദ കൺട്രി. അതുപോലെ ഈ ഫുഡ് അതോറിറ്റിയുടെ ആക്ട് ഇന്ത്യയിൽ നടപ്പാക്കുക, കണ്ടക്ട് എൻഫോഴ്സ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് സർവേ നടത്തി കണ്ടുപിടിക്കുക. എല്ലാ സ്ഥലങ്ങളിലും അത് അപ്ലൈ ചെയ്യുന്നുണ്ടോ, എല്ലാ സ്ഥലത്തും നല്ല നിലയിലാണോ പ്രവർത്തിക്കുന്നത് എന്നുള്ളതെല്ലാം പരിശോധിച്ച് അത് നടപ്പിലാക്കുക. Food labeling standards including claims on health, nutrition, special dietary uses and food category systems for food. അതുപോലെ ഫുഡ് ലേബലിംഗ് സ്റ്റാൻഡേർഡ്സ് ഇൻക്ലൂഡിങ് എന്തൊക്കെയാണതിൽ, ക്ലെയിംസ് ഓൺ ഹെൽത്ത് ആരോഗ്യത്തിനെ പറ്റിയിട്ട് അവകാശപ്പെടുന്നത്, ന്യൂട്രീഷനാണെന്ന് അവകാശപ്പെടുന്നത്, സ്പെഷ്യൽ ഡയറ്ററി യൂസേഴ്സ് ഇത് പ്രത്യേക അസുഖക്കാർക്കുള്ള അല്ലെങ്കിൽ പ്രത്യേക പേഷ്യൻസിന് അല്ലെങ്കിൽ ഇത് കഴിച്ചാൽ കൂടുതൽ ഗുണങ്ങളുണ്ടാകും എന്ന് പറയുന്നത്, അങ്ങനെയുള്ള ഫുഡ് കാറ്റഗറീസ് സിസ്റ്റംസൊക്കെ ഫുഡിനെ കുറിച്ച് എന്തൊക്കെയാണ് ലേബലിൽ വരുന്ന ഈ സംഭവങ്ങളൊക്കെ ഉള്ളത് പരിശോധിക്കുക. The manner in which risk analysis, risk assessment, risk communication and risk management shall undertaken. എങ്ങനെയാണോ റിസ്ക് അനലൈസ് ചെയ്യുന്നത്, അതുപോലെ തന്നെ റിസ്ക് അസസ്മെൻറ്റ് ചെയ്യുക, ഏത് ടൈപ്പുള്ള റിസ്ക് ആണ് അത് എല്ലാം നോക്കുക. അതുപോലെ റിസ്ക് കമ്മ്യൂണിക്കേഷൻ ഇതിനെ പറ്റിയിട്ട് ആളുകൾക്ക് ഇൻഫർമേഷൻസ് കൊടുക്കുക. പിന്നെ അത് മാനേജ് ചെയ്യുക, റിസ്കിനെ നമ്മൾ ഇല്ലാതെയാക്കുക, അതായത് അത് മാനേജ് ചെയ്യുക. ഇത്രയും കാര്യങ്ങളും നോക്കണം. അപ്പോൾ ദ മാനർ ഇൻ വിച്ച് റിസ്ക് അനലൈസസ്, risk assessment, risk communication and risk management shall undertaken. ഫുഡ് അതോറിറ്റി ഷാൽ ഓൾസോ, ഇനി ഇതൊന്നുമല്ലാതെ ഇനിയുണ്ട് കുറച്ചും കൂടി കാര്യങ്ങൾ, അതായത് ഒരു 12 പോയിൻറ്റ്സ് ഉണ്ട്, അതും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇത്രയും പറഞ്ഞത് എന്താണ്, റെഗുലേഷൻസ്, അതായത് നിയമപ്രകാരം ഇവർക്കുള്ള അധികാരങ്ങളായിരുന്നു. ഇനി ഉള്ളതും ഇവരുടെ അധികാരം തന്നെയാണ്, പക്ഷേ അത് ഈ 12 പോയിൻറ്റും അതിൽ ഇൻക്ലൂഡഡ് തന്നെയാണ് കേട്ടോ. അപ്പം ഞാൻ വേറെ ആയിട്ട് എഴുതിയത് എന്താണെന്ന് നിങ്ങൾക്ക് പഠിക്കാനുള്ള ഒരു എളുപ്പത്തിനായിരിക്കും. അപ്പോൾ ഫസ്റ്റ് വൺ എന്താണ്, പ്രൊവൈഡ് സയൻറ്റിഫിക് അഡ്വൈസ് ആൻഡ് ടെക്നിക്കൽ സപ്പോർട്ട് ടു സ്റ്റേറ്റ് ഗവൺമെൻറ്റ്സ് ആൻഡ് സെൻട്രൽ ഗവൺമെൻറ്റ്സ് ഇൻ ഫ്രെയിമിംഗ് പോളിസി ആൻഡ് റൂൾസ് വിച്ച് ഹാവ് ഡയറക്റ്റ് ഓർ ഇൻഡയറക്റ്റ് ബെയറിംഗ് ഓൺ ഫുഡ് സേഫ്റ്റി ആൻഡ് ന്യൂട്രീഷൻ. അപ്പോൾ എന്താണ് ഫസ്റ്റ് വൺ, പ്രൊവൈഡ് സയൻറ്റിഫിക് അഡ്വൈസ്, ശാസ്ത്രീയമായ അഭിപ്രായങ്ങളും അതുപോലെ ഉപദേശങ്ങളും ടെക്നിക്കൽ സപ്പോർട്ടും കൊടുക്കുക. ആർക്ക്, സ്റ്റേറ്റ് ഗവൺമെൻറ്റ്സ് ആൻഡ് സെൻട്രൽ ഗവൺമെൻറ്റ്സ്. എന്തിനു വേണ്ടിയിട്ട്, ഇൻ ഫ്രെയിമിംഗ് പോളിസി ആൻഡ് റൂൾസ് വിച്ച് ഹാവ് ഡയറക്റ്റ് ഓർ ഇൻഡയറക്റ്റ് ബെയറിംഗ് ഓൺ ഫുഡ് സേഫ്റ്റി ആൻഡ് ന്യൂട്രീഷൻ. ഫുഡ് സേഫ്റ്റി ആൻഡ് ന്യൂട്രീഷനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള, അത് ചിലപ്പോൾ ഡയറക്റ്റ്ലി ആയിരിക്കാം അല്ലെങ്കിൽ ഇൻഡയറക്റ്റ്ലി ആയിരിക്കാം, ഏത് വകയാണെങ്കിലും അതിന് ഉള്ള റൂൾസ്, പോളിസീസ്, റൂൾസൊക്കെ ഫ്രെയിം ഉണ്ടാക്കാൻ സഹായിക്കുക. അപ്പോൾ ആരെയാണ്, സയൻറ്റിഫിക് അഡ്വൈസ് ആൻഡ് ടെക്നിക്കൽ സപ്പോർട്ട് ടു സ്റ്റേറ്റ് ആൻഡ് സെൻട്രൽ ഗവൺമെൻറ്റ്സ്. എന്തിനു വേണ്ടിയെന്ന് ചോദിച്ചാൽ ഇൻ ഫ്രെയിമിംഗ് പോളിസി ആൻഡ് റൂൾസ് വിച്ച് ഹാവ് ഡയറക്റ്റ് ഓർ ഇൻഡയറക്റ്റ് ബെയറിംഗ് ഓൺ ഫുഡ് സേഫ്റ്റി ആൻഡ് ന്യൂട്രീഷൻ. സെക്കൻഡ് വൺ എന്താ, സെർച്ച്, കളക്ട്, കൊളാക്ട്, അനലൈസ് ആൻഡ് സമ്മറൈസ് സയൻറ്റിഫിക് ആൻഡ് ടെക്നിക്കൽ ഡാറ്റ ഓൺ. കണ്ടുപിടിക്കുക, സെർച്ച്, അത് ശേഖരിക്കുക, പിന്നെ തരംതിരിക്കുക, കൊളൈറ്റ്, പിന്നെ അനലൈസ്, വിലയിരുത്തുക, ആൻഡ് സമ്മറൈസ്, അതിനെ കൂട്ടിച്ചേർക്കുക, എല്ലാം കൂടി ഒരു സമ്മറി. സയൻറ്റിഫിക് ആൻഡ് ടെക്നിക്കൽ ഡാറ്റ ഓൺ, ഏതിലൊക്കെയാണ് ഇത് വേണ്ടത്, സെർച്ച്, കളക്ട്, കൊളാക്ട്, അനലൈസ് ഒക്കെ വേണ്ടത് ഫുഡ് കൺസംഷൻ ആൻഡ് ദ എക്സ്പോഷർ ഓഫ് ഇൻഡിവിജ്വൽസ് ടു റിസ്ക് റിലേറ്റഡ് ടു ദ കൺസംഷൻ ഓഫ് ഫുഡ്. ഫുഡിന് കൺസ്യൂമേഴ്സ് വാങ്ങി അതിലുള്ള റിസ്ക് അവരെന്ത് ചെയ്യും, എക്സ്പോഷർ അവരതിനെ വലുതാക്കി കാണിക്കുക അല്ലെങ്കിൽ അതിനെ എക്സ്പോസ് ചെയ്യുക ആ സമയത്ത്.
പിന്നെ അത് ഫുഡ് കൺസംഷൻ ആൻഡ് ദ എക്സ്പോഷർ ഓഫ് ഇൻഡിവിജ്വൽസ് ടു റിസ്ക് റിലേറ്റഡ് ടു ദ കൺസംഷൻ ഓഫ് ഫുഡ് കൺസ്യൂം ചെയ്യുന്ന സമയത്ത് അവർക്ക് കൺസ്യൂമേഴ്സിനുണ്ടാകുന്ന റിസ്ക്, അതിനെ എക്സ്പോഷർ എന്ന് പറഞ്ഞാൽ എടുത്തു കാണിക്കുക ആ സമയത്ത് പിന്നെ രണ്ടാമത് ഇൻസിഡൻസ് ആൻഡ് പ്രിവലൻസ് ഓഫ് ബയോളജിക്കൽ റിസ്ക് കണ്ടാമിനൻസ് ഇൻ ഫുഡ്. സംഭവങ്ങളും അതുപോലെ തന്നെ പ്രിവലൻസ് ഓഫ് ബയോളജിക്കൽ റിസ്ക് കണ്ടാമിനൻസ് ഇൻ ഫുഡിലുള്ള കണ്ടാമിനൻസ്, എന്തെങ്കിലും മായം ചേർത്തതോ അല്ലെങ്കിൽ വിഷാംശം കലർന്നതോ ഒക്കെ ആയിട്ടുള്ള ഫുഡുകളാണെങ്കിൽ അതിൻ്റെ സംഭവിച്ചതും അതിനെ വിശകലനം ചെയ്യലും എങ്ങനെയാണ് എപ്പോൾ എന്നുള്ളതിൻ്റെ ഒരു വിശകലനം, അതിനെയാണ് ഇൻസിഡൻസ് ആൻഡ് പ്രിവലൻസ് ഓഫ് ബയോളജിക്കൽ റിസ്ക് കണ്ടാമിനൻസ് ഇൻ ഫുഡ്. പിന്നെയോ റെസിഡ്യൂസ് ഓഫ് വേരിയസ് കണ്ടാമിനൻസ്, പലതരത്തിലുള്ള വിഷത്തിൻ്റെയോ അല്ലെങ്കിൽ മായം ചേർത്തതിൻ്റെയോ അവശിഷ്ടങ്ങൾ. ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് എമർജൻസി റിസ്ക്, പെട്ടെന്ന് എന്തെങ്കിലും എമർജൻസി ആയിട്ട് റിസ്ക് ഉണ്ടോ എന്നുള്ളത് തിരിച്ചറിയുക. ആൻഡ് ഇൻട്രഡക്ഷൻ ഓഫ് റാപ്പിഡ് അലേർട്ട് സിസ്റ്റംസ്, വേഗത്തിലുള്ള അലേർട്ട് സിസ്റ്റംസ് ഇൻട്രൊഡ്യൂസ് ചെയ്യുക, പരിചയപ്പെടുത്തുക. മനസ്സിലായോ? അപ്പോൾ എന്തിലൊക്കെയാണ് സെർച്ച്, കളക്ട്, കൊളാക്ട് വേണ്ടത്? ഇൻട്രൊഡക്ഷൻ ഓഫ് റാപ്പിഡ് അലേർട്ട് സിസ്റ്റം, ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് എമർജൻസി റിസ്ക്, റെസിഡ്യൂസ് ഓഫ് various contaminants, then incidence and prevalence of biological risk contaminants in food consumption and the exposure of individuals to risk related to the consumption of food. ഇനി അടുത്തത് എന്താണ്? ഇപ്പം 2 points കഴിഞ്ഞു. തേർഡ് പോയിന്റ്, പ്രൊമോട്ട്, coordinate and issue guidelines for the development of risk assessment methodologies and monitor, conduct and forward messages on health and nutritional risk of food to the central government, state government and commissioners of food authority. ഇപ്പോൾ പ്രൊമോട്ട്, കോർഡിനേറ്റ് ആൻഡ് ഇഷ്യൂ ഗൈഡ്ലൈൻസ്, അതിനെ പ്രൊമോട്ട് ചെയ്യുക, അതുപോലെ തന്നെ ഒന്നിച്ച് ചേർക്കുക, കോർഡിനേറ്റ് ചെയ്യുക. ആൻഡ് ഇഷ്യൂ ഗൈഡ്ലൈൻസ്, ഇവരുടെ പ്രവർത്തനങ്ങളെ പ്രൊമോട്ട് ചെയ്യുക, അതിനെ ഏകീകരിക്കുക. അതുപോലെ ഗൈഡ്ലൈൻസ്, അവർക്ക് ഗൈഡ്ലൈൻസ്, നേർവഴികൾ പറഞ്ഞു കൊടുക്കുക. ഫോർ ദ ഡെവലപ്മെൻറ്റ് ഓഫ് റിസ്ക് അസസ്മെൻറ്റ്, അവരുടെ റിസ്ക് കണ്ടുപിടിച്ച് അതിനെ മാനേജ് ചെയ്യുക. മെത്തഡോളജീസ് ആൻഡ് മോണിറ്റർ ആൻഡ് കണ്ടക്ട് ഫോർവേഡ് മെസ്സേജസ്, ഇതൊക്കെ ആർക്ക് മെസ്സേജ് ചെയ്യുന്ന കണ്ടുപിടിച്ച് ഉണ്ടാതിരുന്നാൽ പോരാ, അല്ലെങ്കിൽ ഇവർ ഇതിനൊക്കെ പ്രൊമോട്ട് ചെയ്ത് അല്ലെങ്കിൽ ഇത് റിസ്ക് അനലൈസ് ചെയ്ത് എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് ഇതെല്ലാം ആർക്ക് കൊടുക്കണം? ഫോർവേഡ് മെസ്സേജസ് ടു ദ സെൻട്രൽ ഗവൺമെൻറ്റിന് കൊടുക്കണം, സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് കൊടുക്കണം, അതുപോലെ കമ്മീഷണേഴ്സ് ഓഫ് ഫുഡ് സേഫ്റ്റി, ഇവരെല്ലാം അറിയിച്ചിട്ട് എന്ത് ചെയ്യണം? പ്രൊമോട്ട്, കോർഡിനേറ്റ് ആൻഡ് ഇഷ്യൂ ഗൈഡ് ലൈൻസ് ഫോർ ദ ഡെവലപ്മെൻറ്റ് ഓഫ് റിസ്ക് അസസ്മെൻറ്റ്. ഓക്കെ. Then next one is provide scientific and technical advice and assistance to the central and state governments in implementation of crisis management procedure on food safety. Scientific and technical advice ആർക്ക് കൊടുക്കണം? സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെൻറ്റ്സിന് കൊടുക്കണം. എന്തിനാണ്? ക്രൈസിസ് മാനേജ്മെൻറ്റ് പ്രൊസീജിയർ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ, നടപ്പാക്കാൻ വേണ്ടിയിട്ട്. ക്രൈസിസ് മാനേജ്മെൻറ്റ് പ്രൊസീജിയർ നടപ്പാക്കാൻ, ഫുഡ് സേഫ്റ്റിയുടെ ക്രൈസിസ് മാനേജ്മെൻറ്റ് പ്രൊസീജിയർ നടപ്പാക്കാൻ വേണ്ടിയിട്ട് ഉള്ള സയൻറ്റിഫിക് ആൻഡ് ടെക്നിക്കൽ അഡ്വൈസ് സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെൻറ്റ്സിന് നൽകണം. Draw up a general plan for crisis management and work in cooperation with the crisis unit of central government. ഒരു പ്ലാൻ തയ്യാറാക്കണം. പെട്ടെന്നുള്ള ക്രൈസിസ് മാനേജ്മെൻറ്റ്, നമ്മൾ ആപത്ഘട്ടത്തിലുള്ള മാനേജ്മെൻറ്റ് അതെങ്ങനെ മാനേജ് ചെയ്യാം എന്നുള്ളതും നമ്മൾ ഒരു പ്ലാൻ ഫുഡ് അതോറിറ്റി ഒരു പ്ലാൻ തയ്യാറാക്കിയിട്ട് അവർ ആരുമായിട്ട് സഹകരിച്ച് പ്രവർത്തിക്കണം? ക്രൈസിസ് യൂണിറ്റ് ഓഫ് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഒരു ക്രൈസിസ് യൂണിറ്റ് ഉണ്ട്, ഒരു വിഭാഗമുണ്ട്, അവരുമായിട്ട് സഹകരിച്ച് പ്രവർത്തിക്കണം. എന്നിട്ട് എന്ത് ചെയ്യണം? ഈ പ്ലാൻ അവർക്ക് കാണിച്ചു കൊടുത്ത് ഡിസ്കസ് ചെയ്തിട്ട് വേണം ഇത് നടപ്പാക്കാൻ. മനസ്സിലായോ? അപ്പോൾ സയൻറ്റിഫിക് ആൻഡ് ടെക്നിക്കൽ അഡ്വൈസസ് ഓൺ ക്രൈസിസ് മാനേജ്മെൻറ്റ് ടു സ്റ്റേറ്റ് ആൻഡ് സെൻട്രൽ ഗവൺമെൻറ് ആൻഡ് കോപ്പറേറ്റ് വിത്ത് ദ ക്രൈസിസ് യൂണിറ്റ് ഓഫ് സെൻട്രൽ ഗവൺമെൻറ്. Then next one is establish a system of network of organizations with the aim to facilitate a scientific cooperation framework by the coordination of activities, development and implementation of joint projects, exchange of expertise and best practice in the areas within food authorities' responsibility, exchange of information. അതായത് establish a system of network of organizations with the aim to facilitate a scientific cooperation framework.
ഒരു സിസ്റ്റം, ഒരു നെറ്റ്വർക്ക്, അതായത് ഒരു ശൃംഖല തന്നെ സ്ഥാപിക്കണം. കുറേ ഓർഗനൈസേഷൻസ്, ചെറിയ ചെറിയ ഓർഗനൈസേഷൻസ് വഴി ഇവരൊക്കെ ആയിട്ടുള്ള ഒരു കണക്ഷൻസ് വേണം. എന്നിട്ട് എന്ത് ചെയ്യണം, സയൻറ്റിഫിക് കോപ്പറേഷൻ, ഇവരുമായിട്ടൊരു ശാസ്ത്രീയമായ ഒരു കോപ്പറേഷൻ, ഒരു സഹകരണം. എന്തിനാണ്, ഏതൊക്കെ തരത്തിലാണ്, കോർഡിനേഷൻ ഓഫ് ആക്ടിവിറ്റീസ് ഇവരുടെ പ്രവർത്തനങ്ങളെ ഏകീകരിക്കണം. ഡെവലപ്മെൻറ്റ് ആൻഡ് ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് ജോയിൻറ്റ് പ്രോജക്ട്സ്, എല്ലാ പ്രോജക്ട്സുകളുടെയും ഒന്നിച്ചിട്ടുള്ള ഒരു ഡെവലപ്മെൻറ്റ്, വികസനം അതെങ്ങനെയാണ് നടപ്പാക്കുന്നതും. എക്സ്ചേഞ്ച് ഓഫ് എക്സ്പെർട്ടൈസ് ആൻഡ് ബെസ്റ്റ് പ്രാക്ടീസസ് ഇൻ ദ ഏരിയാസ് വിത്തിൻ ഫുഡ് അതോറിറ്റീസ് റെസ്പോൺസിബിലിറ്റി. ഫുഡ് അതോറിറ്റിയുടെ ചുമതലകളിൽ വരുന്നതിൽ ഫുഡ് അതോറിറ്റിക്ക് നല്ല എക്സ്പെർട്ടൈസ് ഒപ്പീനിയൻസ് കൊടുക്കാം. എക്സ്ചേഞ്ച്, അവർക്ക് ബെസ്റ്റ് പ്രാക്ടീസസും അതുപോലെ എക്സ്പേർട്ട് ഒപ്പീനിയനും എക്സ്ചേഞ്ച് ചെയ്യാം. എക്സ്ചേഞ്ച് ഓഫ് ഇൻഫർമേഷൻ, വിവരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാം. ആൻഡ് അതാണ് 6ാമത്തെ പോയിന്റ്. ഇനി 7th വൺ എന്താണ്, പ്രൊവൈഡ് സയൻറ്റിഫിക് ആൻഡ് ടെക്നിക്കൽ അസിസ്റ്റൻസ് ടു ദ സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെൻറ്റ്സ് ഫോർ ഇംപ്രൂവിംഗ് കോപ്പറേഷൻ വിത്ത് ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻസ്. അപ്പോൾ ശാസ്ത്രീയമായിട്ടും ടെക്നിക്കലായിട്ടുള്ള അസിസ്റ്റൻസ്, സഹായം കൊടുക്കുക. ആർക്ക്, സ്റ്റേറ്റ് ആൻഡ് സെൻട്രൽ ഗവൺമെൻറ്റ്സിന് കൊടുക്കണം. എന്തിനു വേണ്ടിയിട്ടാണ് കൊടുക്കുന്നത്, ഇംപ്രൂവിങ് കോപ്പറേഷൻ വിത്ത് ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻ, ഇൻ്റർനാഷണൽ ഓർഗനൈസേഷനുമായിട്ടുള്ള ഒരു സഹകരണത്തോടെ പ്രവർത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഉപദേശങ്ങളും ടെക്നിക്കലായിട്ടുള്ള സഹായങ്ങളും ഒക്കെ കൊടുക്കാം സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെൻറ്റ്സിന്. 8th one is take all steps to ensure that the public, consumers, interested parties and all levels of panchayats receive rapid, reliable, objective and comprehensive information through proper methods and means. അതുപോലെ പബ്ലിക്കിനും കൺസ്യൂമേഴ്സ്, പൊതുവായിട്ടുള്ള പൊതുജനങ്ങൾക്കും കൺസ്യൂമേഴ്സ് വാങ്ങുന്നവർക്കും ഇൻട്രസ്റ്റഡ് പാർട്ടി, എല്ലാ ബിസിനസ് ഫുഡ് റിലേറ്റഡ് ആയിട്ടുള്ള ബിസിനസ് നടത്തുന്നവരായിരിക്കാം, ആരായാലും അവർക്കും, പിന്നെ ഓൾ ലെവൽസ് ഓഫ് പഞ്ചായത്ത്സ്, അത് ബ്ലോക്ക് ലെവലാവാം, വില്ലേജ് ലെവലാവാം, എല്ലാം റിസീവ് റാപ്പിഡ്, റിലയബിൾ, ഒബ്ജക്റ്റീവ് ആൻഡ് കോംപ്രിഹെൻസീവ് ഇൻഫർമേഷൻ, ഈ കാര്യം എല്ലാ വിവരവും എല്ലാ ഇൻഫർമേഷൻസും പ്രോപ്പർ മെത്തേഡ്സ് ആൻഡ് മീൻസ്, ശരിയായ രീതിയിലുള്ള അറിവ് ഇവർക്ക് ലഭിച്ചിരിക്കണം എല്ലാവർക്കും. അത് പബ്ലിക് ആയിക്കോട്ടെ, അതുപോലെ തന്നെ പിന്നെ ഇൻട്രസ്റ്റഡ് പാർട്ടീസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ തന്നെ ഓൾ ലെവൽസ് ഓഫ് പഞ്ചായത്ത്, എല്ലാവർക്കുള്ള ഇൻഫർമേഷൻസ് എത്തിച്ചു കൊടുക്കണം. അത് ഫേക്ക് ന്യൂസ് ആയിരിക്കും, പ്രോപ്പർ മീൻസ് ആൻഡ് മെത്തേഡ്സ്, കറക്റ്റായിട്ടുള്ള ന്യൂസ് ആയിരിക്കണം. 9th one, provide training programs to all who are involved in food business within or outside their area. അതായത് എല്ലാവർക്കും ട്രെയിനിങ് പ്രോഗ്രാംസ് കൊടുക്കണം. അത് ഈ ഒരു ബിസിനസ് തുടങ്ങാൻ ഇഷ്ടമുള്ള ആളായിരിക്കാം, ഫുഡ് ബിസിനസ് തുടങ്ങാൻ ഇഷ്ടമുള്ള ഒരാളായിരിക്കാം, അല്ലെങ്കിൽ ഫുഡ് ബിസിനസ് തുടങ്ങാനുള്ള ഒരു ഓർഗനൈസേഷൻ ആയിരിക്കാം. ആർക്ക് വേണമെങ്കിലും ഫുഡ് ബിസിനസ് തുടങ്ങാൻ താല്പര്യമുള്ളവർക്കും അല്ലെങ്കിൽ ഓൾറെഡി തുടങ്ങിയവർക്കും ഒക്കെ ഉള്ള ട്രെയിനിങ് പ്രോഗ്രാംസ് കൊടുക്കണം. അത് അവരുടെ ഏരിയ ആണോ അല്ലെങ്കിൽ ഔട്ട്സൈഡ് ഏരിയ ആണോ എന്ന് നോക്കേണ്ട കാര്യമില്ല. ഫുഡ് അതോറിറ്റിക്ക് പറഞ്ഞിട്ടുള്ള ഏരിയ ആണെങ്കിലും അല്ലാതെ പുറത്തുള്ള ഏരിയ ആണെങ്കിലും ദേ ഹാവ് ടു ഗിവ് ദ training to the people who are interested in the food business, those who are involved in the food business. Undertake any other task given by the central government. ഈ സെൻട്രൽ ഗവൺമെൻറ് കൊടുത്തിട്ടുള്ള എല്ലാ ചുമതലകളും നിർവഹിക്കണം. മനസ്സിലായോ? 11th one, contribute to the development of, ഇനി എന്തിൻ്റെയൊക്കെ ഉന്നതിക്ക് വേണ്ടി പ്രവർത്തിക്കണം, ഇൻ്റർനാഷണൽ ടെക്നിക്കൽ സ്റ്റാൻഡേർഡ്സ് ഫോർ ഫുഡ്, സാനിറ്ററി ആൻഡ് ഫൈറ്റോസാനിറ്ററി സ്റ്റാൻഡേർഡ്സ്, എഗ്രിമെൻറ്റ് ഓൺ റെക്കഗ്നീഷൻ ഓഫ് ദ എക്വലൻസ് ഓഫ് സ്പെസിഫിക് ഫുഡ് റിലേറ്റഡ് മെഷേഴ്സ്. ഇൻ്റർനാഷണൽ ടെക്നിക്കൽ സ്റ്റാൻഡേർഡ്സ് ഫോർ ഫുഡ്, എല്ലാവരുടെയും നമ്മുടെ കൊണ്ട് സ്റ്റാൻഡേർഡ്സ് പറഞ്ഞിട്ടുണ്ട്, അതുപോലത്തെ ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ്സ് ഉണ്ട് ഫുഡ്, അത് നോക്കാം. അതിൻ്റെ ഉന്നതി. സാനിറ്ററി ആൻഡ് ഫൈറ്റോസാനിറ്ററി എന്ന് പറഞ്ഞാൽ സസ്യം റിലേറ്റഡ് ആയിട്ടുള്ള ശുചിത്വം. അപ്പോൾ സാനിറ്ററി ആൻഡ് ഫൈറ്റോസാനിറ്ററി സ്റ്റാൻഡേർഡ്സ്, എഗ്രിമെൻറ്റ് ഓൺ റെക്കഗ്നീഷൻ ഓഫ് ദ ഇക്വലൻസ് ഓഫ് സ്പെസിഫിക് ഫുഡ് റിലേറ്റഡ് മെഷേഴ്സ്, ഇതിൻ്റെയൊക്കെ ഉന്നതിക്ക് വേണ്ടി ശ്രമിക്കണം. ദെൻ പ്രൊമോട്ട്, എന്തെല്ലാം പ്രൊമോട്ട് ചെയ്യണം നോക്കൂ. കോർഡിനേഷൻ ഓഫ് വർക്ക് ഓഫ് ഫുഡ് സ്റ്റാൻഡേർഡ്സ് ഓഫ് ഇൻ്റർനാഷണൽ ഗവൺമെൻറ് ആൻഡ് നോൺ ഗവൺമെൻറ്റൽ ഓർഗനൈസേഷൻ. കോർഡിനേഷൻ, ഇവരുടെ എല്ലാം വർക്കിന് ഏകീകരിക്കണം. ആരുടെയാണ്? ഫുഡ് സ്റ്റാൻഡേർഡ്സ് ഓഫ് ഇൻ്റർനാഷണൽ ഗവൺമെൻറ് ആൻഡ് നോൺ ഗവൺമെൻറ്റൽ ഓർഗനൈസേഷൻ. ഗവൺമെൻറ് ഓർഗനൈസേഷൻ ആവാം, നോൺ ഗവൺമെൻറ് ഓർഗനൈസേഷൻ ആവാം, ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻ ആവാം, എല്ലാത്തിൻ്റെയും പ്രവർത്തനം ഏകീകരിക്കുക. Consistency between international and domestic standards while ensuring not to reduce the level of protection adopted by the country. അതുപോലെ തന്നെ
ഇൻ്റർനാഷണൽ ആയിട്ടുള്ളതും നമ്മുടെ ഡൊമസ്റ്റിക് ആയിട്ടുള്ളതും രാജ്യാന്തരമായിട്ടുള്ളതും നമ്മുടെ രാജ്യത്തുള്ളതാണെങ്കിലും അതിൻ്റെയൊക്കെ സ്റ്റാൻഡേർഡ്സ് എന്ത് ചെയ്യണം, അതിൻ്റെ സ്റ്റാൻഡേർഡ്സ് തമ്മിൽ കോൺസിസ്റ്റൻസി, അതായത് രണ്ടും തമ്മിൽ ഒത്തുപോകണം. അത് ഒരു കാര്യം ഉറപ്പാക്കണം കേട്ടോ, നമ്മുടെ ഇന്ത്യയിൽ പറഞ്ഞിട്ടുള്ള സ്റ്റാൻഡേർഡിൽ കുറയരുത്. ഇന്ത്യയിൽ പറഞ്ഞിട്ടുള്ള സ്റ്റാൻഡേർഡ് അല്ല ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ് എന്നുണ്ടെങ്കിൽ നമുക്ക് കോർഡിനേറ്റ് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ കോപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അത് രണ്ടും ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ്സും ഡൊമസ്റ്റിക് സ്റ്റാൻഡേർഡ്സും തമ്മിലൊരു കോൺസിസ്റ്റൻസി വേണം. നോട്ട് ടു റിഡ്യൂസ് ദ സ്റ്റാൻഡേർഡ് ഓഫ് അവർ ഓൺ കൺട്രി. ജനറൽ അവെയറൻസ് ആസ് ടു ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ്. അതുപോലെ ഫുഡ് സേഫ്റ്റിയെ പറ്റിയും സ്റ്റാൻഡേർഡ്സിനെ പറ്റിയിട്ടും ഒരു ജനറൽ അവെയർനെസ് എല്ലാവർക്കും കൊടുക്കണം. മനസ്സിലായോ? ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ് പറഞ്ഞിട്ടുള്ളത്. ഇനി അടുത്ത വീഡിയോയിൽ അടുത്ത ടോപ്പിക്ക് എടുക്കാം. അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. താങ്ക്